മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഒരിക്കലും കരുണ കാണിക്കുന്നതിൽ പിശുക്ക് കാണിക്കരുതെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മെ വളരെ വ്യക്തമായി തന്നെ നമ്മെ പരിചയപ്പെടുത്തുകയാണ്. മനുഷ്യൻ, എന്റെ പ്രിയപ്പെട്ടവരെ, കരുണ കാണിക്കുന്നതിൽ പോലും അവൻ പിശുക്ക് കാണിക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ചില ആളുകൾ പറയും, എനിക്ക് സ്നേഹിക്കാൻ അറിയില്ല, എനിക്ക് സ്നേഹിക്കാൻ അറിയുകയില്ല എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ചിലപ്പോൾ മാനസികമായിട്ടുള്ള ഒരു വിഷമം കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ട് പറയുന്ന ആളുകളാകാം ചിലപ്പോൾ. എന്നാൽ ചില ആളുകള് വാശിപ്പുറത്ത് കുടുംബ ജീവിതത്തിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റു കാര്യത്തിലാണെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ള മനുഷ്യനോട് വാശിക്ക് കരുണ കാണിക്കാത്ത, സ്നേഹിക്കാത്ത മനുഷ്യന്മാര് നമ്മുടെ ഇടയിലുണ്ട്. നിനക്ക് സ്നേഹത്തെ കുറിച്ച് സ്നേഹമിൽ കിട്ടിയില്ല എങ്കിൽ, സ്നേഹിക്കാൻ അറിയത്തില്ല എങ്കിൽ നീ വിശുദ്ധമായ ഖുർആനിലേക്ക് മടങ്ങുക. അവിടെ സ്നേഹമെന്തെന്ന്, കരുണ കാണിക്കേണ്ടത് എങ്ങനെയെന്ന്, സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്ന് വിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെ എത്രയൊക്കെ തെമ്മാടിത്തരങ്ങള്, പാവങ്ങൾ നീ ചെയ്താലും അല്ലാഹ് പറഞ്ഞത് എന്താണെന്നറിയുമോ? ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, എന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ ഒരിക്കലും, എന്റെ കരുണയെ തൊട്ട്, എന്റെ സ്നേഹത്തെ തൊട്ട് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ട കേട്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ തന്റെ അടിമകളോട് പറയുകയാ. എത്ര തെറ്റ് ചെയ്താലും, എത്ര മോശത്തരങ്ങൾ നിങ്ങൾ പ്രവർത്തിച്ചാലും, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, എന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശപ്പെടേണ്ട കേട്ടോ എന്ന് പറയുന്ന ഈ ഒരു വിശുദ്ധമായ ഖുർആനിലേക്ക് മടങ്ങടോ. സ്നേഹമെന്തെന്ന് നിന്നെ അല്ലാഹ് പഠിപ്പിക്കും. വിശുദ്ധമായ ഖുർആനിലേക്ക് നീ മടങ്ങുക. എന്റെ പ്രിയപ്പെട്ടവരെ, ചില ആളുകളുണ്ട്, അധികാരം കിട്ടുമ്പോൾ, സ്ഥാനമാനങ്ങൾ കിട്ടുമ്പോ, സമ്പാദിച്ച് വലിയ സമ്പന്നനാകുമ്പോ വന്ന വഴി മറക്കുന്ന ചില ആളുകളുണ്ട്. അതുപോലെ തന്നെ തന്നേക്കാൾ പിന്നീട് സമ്പത്ത് വലിയ അധികരിച്ചു കഴിയുമ്പോ, വലിയ മണിമാളികകളൊക്കെ ആയി കഴിയുമ്പോ, പാവപ്പെട്ട ആളുകളെ കാണുമ്പോ പുച്ഛ സ്വഭാവത്തോടെ നിസ്സാരമായി കാണുന്ന ചില ആളുകളുണ്ട്. വിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞത് എത്രയോ സത്യമാ. മനുഷ്യൻ കരുണ കാണിക്കുന്നതിൽ പോലും ലുബ്ധത, പിശുക്ക് കാണിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് എത്രയോ സത്യമാ. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. എന്തെങ്കിലും ഒരു വിലപ്പെട്ട എന്തെങ്കിലും കയ്യിൽ കിട്ടിയാൽ അതിൽ പിശുക്ക് കാണിക്കുന്നവനാണ് മനുഷ്യൻ. എന്നാൽ അല്ലാഹ് അങ്ങനെയല്ല കേട്ടോ. നമ്മൾ മനസ്സിലാക്കണം, ഒന്നിലും അവൻ പിശുക്ക് കാണിക്കുകയില്ല. എന്തിന്, തന്റെ കാരുണ്യത്തിൽ പോലും അവൻ പിശുക്ക് കാണിക്കുകയില്ല എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ നമ്മെ പരിചയപ്പെടുത്തുകയാ. എന്നാൽ മനുഷ്യന്, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഖജനാവുണ്ടല്ലോ, അത് കൈകാര്യം ചെയ്യാനായിട്ട് മനുഷ്യന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാല് എല്ലാത്തിനും, ഇവിടെ ശ്രദ്ധിക്കേ, എല്ലാത്തിനും ഒരു ഖജനാവുണ്ടല്ലോ. സമ്പത്ത് സൂക്ഷിക്കുന്നതിനൊരു ഖജനാവുണ്ട്, അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും ഖജനാവുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഖജനാവ് അത് കൈകാര്യം ചെയ്യാൻ മനുഷ്യന്റെ കയ്യിൽ അള്ളാഹു കൊടുത്താല് അതിൽ പോലും അവൻ പിശുക്ക് കാണിക്കുമെന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹ് നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. നമ്മെ പറഞ്ഞു തരട്ടെ, ശ്രദ്ധിക്കുവോ? എന്താ അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞത്? അള്ളാന്റെ കാരുണ്യത്തിന്റെ ഖജനാവ് മനുഷ്യന്റെ കയ്യിൽ കൈകാര്യം ചെയ്യാൻ അള്ളാഹ് കൊടുത്താൽ അതിൽ പോലും പിശുക്ക് അവൻ കാണിക്കുമെന്ന്. കേട്ടോ, വിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മെ പരിചയപ്പെടുത്തുകയാ. എന്തിനേറെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ലൗ അൻതും തംലികൂന ഖസാഇന റഹ്മതി റബ്ബി ഇദൻ ലഅംസക്തും ഖശിയതൽ ഇൻഫാഖ വകാനൽ ഇൻസാനു ഖതൂറാ.
അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുകയാ, പ്രിയമുള്ളവരെ മനസ്സിലാക്കണേ, ഖുൽ നബിയേ അങ്ങ് പറയുക, ലൗ അൻതും തംലികൂന ഖസായിന റഹ്മത്തി റബ്ബി, നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങളുടെ ഉടമസ്ഥതയിലായിരുന്നെങ്കിൽ എന്റെ റബ്ബിന്റെ കാരുണ്യത്തിന്റെ ഖസനാവിന്റെ ഉടമസ്ഥതയുണ്ടല്ലോ നിങ്ങളുടെ കൈകളിലായിരുന്നെങ്കിൽ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാം, എന്റെ റബ്ബിന്റെ ഉണ്ടല്ലോ കാരുണ്യത്തിന്റെ ഖജനാവ്, അത് കൈകാര്യം ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ അള്ളാഹു നൽകിയിരുന്നെങ്കിൽ ഇതെല്ലാം സകത്തും നിങ്ങൾ അത് പിടിച്ചു വെക്കുമായിരുന്നു. ഖശിയതൻ, എന്തിനെന്നറിയുമോ? ഭയന്നിട്ട്. എന്ത് കാരണത്താലാ ഭയന്നിട്ടെന്നറിയുമോ? അൽ ഇൻഫാഖ്, അത് തീർന്നു പോകുമോ എന്നോർത്ത് ഭയന്നിട്ട്. ആ കാരുണ്യം പോലും ആ കരുണ പോലും ഉണ്ടല്ലോ മനുഷ്യൻ പിടിച്ചു വെക്കുമെന്ന്. ഇതെല്ലാം സകത്തും നിങ്ങൾ അത് പിടിച്ചു വെക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, വകാനൽ ഇൻസാനു ഖതൂറാ, മനുഷ്യനുണ്ടല്ലോ അവനുണ്ടല്ലോ ലുബ്ധനാണ്, അവൻ പിശുക്കൻ തന്നെയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, എന്തെങ്കിലും ഒരു അധികാരം കിട്ടിക്കഴിയുമ്പോ പിന്നെ പാവപ്പെട്ടവനെ കാണുമ്പോ ഇതെല്ലാം സകത്തും, നീ എന്തേ കരുണ പിടിച്ചു വെക്കുന്നവനായി മാറരുത്. വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് എത്രയോ സത്യമാ പ്രിയപ്പെട്ടവരെ. വന്ന വഴി മറക്കുന്ന ആളുകളുണ്ട്, ഒരു നിലയിലെത്തുമ്പോ ഇതെല്ലാം അംസക്കത്തും. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ്, എന്തേ നീ പിടിച്ചു വെക്കരുത്, നീ പിടിച്ചു വെക്കുന്നവനായി മാറരുത്, നിങ്ങൾ പിടിച്ചു വെക്കുന്നവനാവരുതെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മെ പരിചയപ്പെടുത്തുമ്പോൾ ഇതിന്റെ ഗൗരവം എത്രമാത്രമാണ്. ഖുർആൻ എത്രയോ മഹത്തായ ഗ്രന്ഥമാണെന്ന് മനസ്സിലാക്കണോ. മനുഷ്യന്റെ കാരുണ്യത്തെ, സ്നേഹത്തെ കുറിച്ച് പോലും വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ സ്നേഹിക്കാൻ നിനക്ക് അറിയത്തില്ലേ? വിശുദ്ധമായ ഖുർആനിലേക്ക് കടന്നുവാ മുസ്ലിമേ, സഹോദരങ്ങളെ. ഈ വിശുദ്ധമായ ഖുർആൻ മുഅ്മിനീങ്ങൾക്ക്, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ലോക ജനതകൾക്ക് മുഴുവനുമായുള്ള കാരുണ്യത്തിന്റെ ഒരു ഗ്രന്ഥമാണ്, സ്നേഹത്തിന്റെ വിളിയാളമായ ഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആൻ എന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ കാരുണ്യത്തിൽ പോലും എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് പിശുക്ക് കാണിക്കുന്ന ഒരു സമൂഹമായി ഇന്ന് മനുഷ്യ സമൂഹം മാറുമ്പോൾ, അതുകൊണ്ട് തന്നെയല്ലേ നമ്മൾ ഇന്ന് മനുഷ്യനിൽ നിന്ന് പരസ്പരം ആ കരുണ എന്ന ഉത്കൃഷ്ടമായ സ്വഭാവ ഗുണം നഷ്ടപ്പെട്ടു പോയത് കൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇടയിൽ നിന്ന് പലരും ഇന്ന് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയത്. എന്താ കാര്യമെന്നറിയുമോ? നമ്മുടെ ജീവിതത്തിൽ നിന്ന് കരുണ എന്ന ഉത്കൃഷ്ടമായ സ്വഭാവ ഗുണം നമ്മിൽ ഇന്ന് പിശുക്ക് കാണിക്കുന്നത് കൊണ്ടാ പ്രിയപ്പെട്ടവരെ. ഇന്ന് ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യയെ, മാതാപിതാക്കളെ മക്കളെ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന വിഷയത്തിൽ, കരുണ കാണിക്കുന്ന വിഷയത്തിൽ ഇന്ന് പുറകോട്ട് പോയത് കൊണ്ട് എത്രയെത്ര കുടുംബങ്ങളിലാ പ്രിയപ്പെട്ടവർ ഇന്ന് സ്നേഹമില്ലാതെ പലരും ഇന്ന് ഒറ്റപ്പെട്ടു പോയത്. എന്നാൽ ഇവരൊന്നും മനസ്സുകൊണ്ട് വേദനിക്കണ്ട, പ്രയാസപ്പെടണ്ട. നീ വിശുദ്ധമായ ഖുർആനിലേക്ക് കടന്നു വരൂ. നിന്നെ സ്നേഹിക്കാൻ, നിന്നെ സ്നേഹിക്കുന്ന, നിനക്ക് കളങ്കമില്ലാത്ത സ്നേഹം നിനക്ക് തരുന്ന ഒരു നാഥനെ പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥമാണോ വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് ആ ഖുർആനിലേക്ക് കടന്നുവാ. ഒറ്റപ്പെട്ടവർക്ക് മനസ്സിനൊരു സാന്ത്വനമാണ് വിശുദ്ധമായ ഖുർആൻ. ഇന്ന് കരുണ നഷ്ടപ്പെട്ടു പോയത് കൊണ്ടല്ലേ പ്രിയമുള്ളവരെ മനസ്സിലാക്കണം, എത്രയോ കുടുംബങ്ങളാ തകർന്നു പോയില്ലേ? എന്താ കാരണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പ്രിയമുള്ളവരെ? മനുഷ്യ ഹൃദയത്തിൽ നിന്ന് കരുണ എന്ന ഉത്കൃഷ്ടമായ സ്വഭാവ ഗുണം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് കൊണ്ടല്ലേ? എന്തിനേറെ പറയണം, നമ്മിൽ നിന്ന് താഴെയുള്ളവരോട് നാം എങ്ങനെയാ പെരുമാറുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മിൽ നിന്ന് സാമ്പത്തികമാകട്ടെ, ശാരീരികപരമാകട്ടെ താഴ്ന്നവരോട് നാം കരുണ കാണിക്കുന്നുണ്ടോ? ആരെയും നാം വില കുറച്ച് കാണരുതേ പ്രിയമുള്ളവരെ, ആരെയും നാം നിസ്സാരമായി തള്ളിക്കളയരുതേ മുസ്ലിമേ. അത് തന്നെ നമ്മുടെ മനുഷ്യ ഹൃദയത്തിൽ നിന്ന് കരുണ നഷ്ടപ്പെട്ടു പോയതിന്റെ അടയാളമാ. മറ്റുള്ളവരെ വില കുറച്ച് കാണുക, മറ്റുള്ളവരെ തള്ളിക്കളയുക എന്നത്. അതുകൊണ്ട് തന്നെയാ പ്രിയമുള്ളവരെ, ആരെയും നാം നിസ്സാരമായി കാണല്ലേ. കാരണം എന്തെന്നറിയുമോ പ്രിയമുള്ളവരെ?
ആരാ നമ്മുടെ കൂടെ ഉണ്ടാവുക എന്ന് പറയാൻ നമുക്ക് കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ നാം ആരെയും ചെറുതായി കണ്ട് മാറ്റി നിർത്തരുതേ. നീയുണ്ടല്ലോ, നീ ഒന്ന് ചിന്തിച്ചു നോക്കടോ. മനുഷ്യരോട് നീ ഇന്നവന്റെ യോഗ്യത നോക്കിയാ ഇടപഴകുന്നതെങ്കിൽ ഒരുപക്ഷെ നിന്റെ മയ്യത്ത് നമസ്കാരത്തിൽ നീ യോഗ്യത നോക്കി ആളുകൾ കാണണമെന്നില്ലല്ലോ. ഒരുപക്ഷെ നീ നിന്റെ ജീവിതത്തിലുണ്ടല്ലോ ഒരു യോഗ്യതയുമില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവരായിരിക്കാം നിന്റെ മയ്യത്ത് ചുമക്കുകയും നിനക്ക് വേണ്ടി നമസ്കരിക്കുകയും ദ്വാ ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ട് നീ ആരെയും വില കുറച്ച് കാണരുതേ, നിസാരതയോടെ തള്ളിക്കളയരുതേ. നീ എല്ലാവരോടും കരുണയോട് സ്നേഹത്തോട് പെരുമാറാൻ മറക്കല്ലേ മുസ്ലിമേ. അതാണ് വിശുദ്ധമായ ഖുർആൻ നമ്മോട് കൽപ്പിക്കുന്നത്. എല്ലാവരോടും കറുപ്പ് വെളുപ്പ് തൊഴിലാളി പാമരൻ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരോടും എന്റെ പ്രിയപ്പെട്ടവരെ നീ സ്നേഹത്തോട് കരുണയോടെ നീ പെരുമാറണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അപാകതകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹിന്റെ വിശുദ്ധമായ ഖുർആന പറഞ്ഞത് ലാ തഖനതു മിർ റഹ്മത്തില്ലാ, എന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ ആരും നിരാശപ്പെടണ്ട കേട്ടോ. അള്ളാഹ് പറയുകയാ, അള്ളാഹുടെ കാരുണ്യത്തെ തൊട്ട് ആരും നിരാശപ്പെടണ്ട. നിങ്ങൾ എന്നിലേക്ക് മടങ്ങിക്കോ, ഖുർആനിലേക്ക് വാ. ആ ഖുർആനിലേക്ക് നീ അടുത്തു കഴിഞ്ഞാല് നിന്നെ കളങ്കമില്ലാതെ നിന്നെ സ്നേഹിക്കുന്ന ഒരു റബ്ബിനെ പരിചയപ്പെടുത്തും എന്ന് പരിചയപ്പെടുത്തും. നിന്നെ കളങ്കമില്ലാതെ സ്നേഹിക്കുന്ന ഒരു നാഥനെ നിന്നെ പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് ഖുർആനിലേക്ക് വാ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.